അപ്പോൾ ചാനാലകള ഏത് വർഷം 59-ലാണ് ചാനാലകളയെ പിന്തുണച്ച നവോത്ഥാന നായകൻ മാറുമറയ്ക്കാനുള്ള അനുവാദം കൊടുത്ത തിരുവിതാംകൂർ രാജാവാരാടെ. നമസ്കാരം, ഞാൻ പ്രദീപ് മുഖത്തല. നല്ലൊരു റിവിഷൻ സെക്ഷനുമായിട്ട് നിങ്ങളുടെ മുമ്പിലേക്ക് എത്തുകയാണ്. പരീക്ഷകൾ എത്തുന്ന സമയമായിക്കൊണ്ടിരിക്കുകയാണ്. ആത്മാർത്ഥമായിട്ട് മുന്നോട്ട് പോകണേ, ഒരു കുഴപ്പമില്ല, ധൈര്യമായിട്ടിരിക്കെ, പഠിച്ചതൊക്കെ വരും. നിങ്ങൾ പക്ഷേ ശ്രദ്ധിച്ചോണം, കറണ്ട് അഫേഴ്സ് ശ്രദ്ധിക്കണം. മാത്സിന് പാടുള്ളവർ മാത്സ് പ്രാക്ടീസ് ചെയ്തുകൊണ്ടേയിരിക്കണം. ഓരോന്ന് നല്ല രീതിയിൽ റെക്കോർഡഡ് ക്ലാസ്സുകൾ കണ്ട് വീണ്ടും വീണ്ടും ചെയ്തു നോക്കി പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പറൊക്കെ നല്ലോണം വർക്കൗട്ട് ചെയ്ത് സയൻസിനൊക്കെ ഇമ്പോർട്ടൻ്റ് കൊടുക്കണേ. സയൻസ് ചിലപ്പം അത് മാത്രമല്ല, സയൻസ് മാത്രമല്ല, ഇതുണ്ടല്ലോ നമ്മുടെ ആരോഗ്യക്ഷേമ പദ്ധതികൾ, അതൊക്കെ നല്ലോണം അങ്ങ് പഠിക്കുക. അതിലൊക്കെ പലരും മാർക്ക് പോകുന്നത്. ആരോഗ്യക്ഷേമ പദ്ധതി, സയൻസ്, മാത്സ്, കറണ്ട് അഫേഴ്സ്, ഈ സെക്ഷൻ എപ്പോഴും ഒരുവിധമുള്ള ദിവസങ്ങൾ, ഒരാഴ്ചയിൽ 7 ദിവസത്തിൽ ഒരു 3 ദിവസമെങ്കിലും ഇതിനും കൂടെ സമയം മാറ്റി വെക്കണം കേട്ടോ. അപ്പോഴത്തേക്ക് ഇഷ്ടപ്പെട്ട് വരും. സയൻസൊക്കെ ബേസിക് തൊട്ടേ പഠിച്ച് വരണം. അപ്പം പിന്നെ പഠിച്ച് തീരുമ്പോൾ വലിയ കാര്യങ്ങൾ പഠിച്ച് സയൻസിലോട്ടും പഠിച്ചു കയറും. യൂണിറ്റുകൾ, അളവുകൾ, രാസമാറ്റം, ഭൗതിക മാറ്റം, അല്ലെങ്കിൽ ആവർത്തന പട്ടിക, പ്രത്യേകതകൾ, അവയുടെ കാര്യങ്ങളെക്കുറിച്ച്, ബാക്ടീരിയ, വൈറസ് രോഗങ്ങൾ, രോഗനിർണയ ടെസ്റ്റുകൾ, ഇങ്ങനെയൊക്കെ പറയത്തില്ല ഇവിടെ. അതുമെല്ലാം നിങ്ങൾ മാക്സിമം ഒന്ന് റിവിഷൻ നടത്തിക്കൊണ്ടുപോകും. അത് തീർച്ചയായിട്ടും കിട്ടുവിടെ. ടെൻഷൻ അടിക്കാതെ പഠിക്കുക. പലരും പറയും ടെൻഷനാണ് സാറേ, ഇപ്പോൾ എല്ലാ പരീക്ഷയും VFA നോക്കണോ, വെബ്കോ നോക്കണോ, ഡിഗ്രി ലെവൽ നോക്കണോ, അതോ ഫോഴ്സ് പരീക്ഷ നോക്കണോ, അങ്ങനെ അങ്ങ് ചിന്തിക്കാതിരിക്കുക. എൻ്റെ ഒരു അഭിപ്രായത്തിൽ ഏജ് അങ്ങ് തീരാറായവരാണെങ്കിൽ കമ്പനി ബോർഡ് LGS മാത്രം അങ്ങ് നോക്കുക. മറ്റേത് കിട്ടില്ല. ചിലവരുടെ മനസ്സിൽ ടെൻഷനാണെങ്കിൽ ലോകമഹായുദ്ധങ്ങളും ലോക ജോഗ്രഫിയും ഒക്കെ ഭയങ്കര പാട് സാറേ, ഭരണഘടന ഒന്ന് ഒത്തിരി പഠിക്കണം, അങ്ങനെയൊക്കെ ചിന്തിക്കുന്നവരാണെങ്കിൽ എൻ്റെ അവസാനത്തെ ചാൻസാണ്. അവരോടൊക്കെ എനിക്ക് എടുത്ത് പറയാനുള്ളത്, എന്നാൽ ഒന്നിൽ മാത്രം അങ്ങ് കേന്ദ്രീകരിക്കും. നിങ്ങളെ കൊണ്ട് കൈ താങ്ങും എന്ന് വിചാരിക്കുന്ന കുറേ പേരുണ്ടല്ലോ, ലാസ്റ്റ് ഗ്രേഡ് എനിക്ക് കിട്ടും സാറേ, ഞാൻ എങ്കിൽ പക്ഷേ ഇരിക്കുമ്പം മാക്സിമം റെഫർ ചെയ്തോണം. അവസാനം അത് കൊണ്ടുവന്ന് കളയരുത്. ഞാൻ അറ്റവും മൂലമൊക്കെ പഠിച്ചു, ഹിസ്റ്ററി അത് പഠിച്ചു, ഇത് പഠിച്ചു. പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പർ നല്ലോണം വർക്കൗട്ട് ചെയ്യും. പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പർ എന്ന് പറഞ്ഞാൽ ക്വസ്റ്റ്യനും ഉത്തരവും പഠിക്കണമെന്നില്ല, ആ ക്വസ്റ്റ്യനും അതുമായി ബന്ധപ്പെട്ട അനുബന്ധ ഫാക്ട്സുകളെല്ലാം അങ്ങ് പഠിച്ചു വെക്കുക. അതുപോലെ മോക്ക് ടെസ്റ്റുകൾ, ഇതുപോലെ ആപ്പുകളിൽ വരുന്ന ഇഷ്ടംപോലെ മോക്ക് ടെസ്റ്റുകൾ വെറുതെ ചെയ്ത് നോക്കുക. കറണ്ട് അഫേഴ്സ് ഏറ്റവും അപ്ഡേറ്റ് മുതൽ ഇപ്പം പറഞ്ഞാൽ ഈ മാസം തൊട്ട് ബാക്കിലോട്ട് തന്നെ അങ്ങ് പഠിച്ചേക്കണം. ബാക്കിലോട്ട് തന്നെ പഠിച്ച് പോകണം. അപ്പോഴത്തേക്ക് ഏകദേശം കറണ്ട് അഫേഴ്സിൽ പല തവണ റിവിഷനും കൂടെ ഒക്കെ വരുമ്പോൾ നിങ്ങൾ ആ ടോപ്പിക്ക് അങ്ങ് നല്ലോണം അങ്ങ് പഠിച്ചു തീർക്കൂടെ. അതുപോലെ മാത്സിലെ ഭിന്നസംഖ്യയായാലും, അംശബന്ധമായാലും, ലാഭശതമാനമായാലും, വിറ്റവില വാങ്ങിവിലയായാലും, അതുപോലെ LCM HCF ആയാലും, വരിയും നിരയായാലും, ഇതൊക്കെ കറക്റ്റ് ഒരു ഓർഡറിൽ റിവിഷൻ കൊണ്ടുവരണേ. പഠിച്ചാൽ മാത്രം പോരാ, റിവിഷൻ നടത്തിക്കൊണ്ടുവരിക. പിന്നെ പോർഷൻസ് പോണേ. കേരളവുമായി ബന്ധപ്പെട്ടതാണ് ഏറ്റവും കൂടുതൽ പരീക്ഷ ചോദിക്കുന്നത്. കേരളത്തിലെ പ്രക്ഷോഭങ്ങളിൽ നിന്നൊരു ചോദ്യം കാണും, 1-2 ചോദ്യങ്ങൾ കാണും. കേരളത്തിലെ നവോത്ഥാന നായകരിൽ നിന്ന് കാണും. അതുപോലെ കേരള ജോഗ്രഫി, കേരളത്തിൻ്റെ ടൂറിസം, കേരളത്തിൻ്റെ മത്സ്യബന്ധനം, കേരളത്തിലെ തുറമുഖങ്ങൾ, കേരളത്തിലെ ബീച്ചുകൾ, ഇങ്ങനെ ഇഷ്ടംപോലെ കാര്യങ്ങൾ, കേരളത്തിലെ വന്യജീവി സങ്കേത കേന്ദ്രങ്ങൾ, പ്രത്യേകതകൾ, ഇതൊക്കെ ഒരു 10-20 മാർക്കോളം കേരളവുമായി ബന്ധപ്പെട്ടതാണ് LGS പരീക്ഷയ്ക്ക് ചോദിക്കുന്നത്. അപ്പോൾ ആ സെക്ഷൻ തിരിച്ചു വെച്ച് ടോപ്പിക്ക് നിങ്ങൾ എടുക്കുക, ആ സിലബസ് എടുക്കുക. സിലബസ് എടുത്തിട്ട് നോക്കുക, കേരളം ഇത്രയും ഭാഗങ്ങളുണ്ട്. അപ്പം നിങ്ങൾ ചെയ്യേണ്ട അതെല്ലാം പഠിച്ചു എന്ന് വരണം. കേരളത്തിൻ്റെ ഭൂപ്രകൃതി പഠിച്ചു, കേരളത്തിൻ്റെ മണ്ണിനം പഠിച്ചു, കേരളത്തിൻ്റെ കാലാവസ്ഥ പഠിച്ചത് ടിക്കറ്റ് മാറ്റി വീണ്ടും റിവിഷൻ കൊണ്ടുവരണം. അങ്ങനെ വരുമ്പോൾ ജലവൈദ്യുത പദ്ധതികൾ, ജില്ലകൾ, നദികൾ, അങ്ങനെ പഠിക്കുമ്പോൾ അങ്ങ് സെറ്റ് ആവൂടെ. ഇതൊക്കെയല്ലേ പഠിക്കേണ്ടത്. ഇതല്ലാതെ വാരി വലിച്ച് ഏതോ റാങ്ക് ഫയൽ എടുത്ത് വെച്ച് ഇങ്ങനെ നോക്കിയല്ല. സിലബസ് ഫ്രണ്ടിൽ കാണണം. നിങ്ങൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന നിങ്ങളുടെ ടേബിളിൽ സിലബസ് ഉണ്ടാവണം. സിലബസ് ടിക്കിട്ട് മാറ്റണം. ഞാൻ ഇന്നത് വായിച്ചു തീർത്തു, പഠിച്ചു തീർത്തു, ഇന്നതൊന്നും കൂടെ റിവിഷൻ. ബുക്കിലോട്ട് എഴുതണം. ഇൻഡെക്സ് എഴുതിയാലും മതി, നോട്ട് ഫുൾ എഴുതണമെന്നല്ല, ഇൻഡെക്സ് എഴുതി വെക്കണം. കേരളത്തിൻ്റെ വന്യജീവി സങ്കേത കേന്ദ്രം മൊത്തം പഠിച്ചു, കേരളത്തിലെ ദേശീയ പാർക്കുകൾ പഠിച്ചു, കേരളത്തിലെ കാലാവസ്ഥയെക്കുറിച്ച് പഠിച്ചു, കേരളത്തിലെ വനങ്ങളെക്കുറിച്ച് പഠിച്ചു, കേരളത്തിലെ മണ്ണിനങ്ങളെക്കുറിച്ച് പഠിച്ചു. ഇങ്ങനെ പഠിച്ചിട്ട് ടിക്കറ്റ് മാറ്റണം. അപ്പോഴത്തെ പിന്നെ ഇത് പഠിച്ചെങ്കിലും മറന്നു പോകുന്നതാണ് റിവിഷൻ. അതുപോലെ കറണ്ട് അഫേഴ്സ് ഡിസംബർ ഫുൾ കവറായി, ജനുവരി ഫുൾ കവറായി, അങ്ങനെ ബാക്കിൽ നിന്ന് അങ്ങോട്ട് പോകണം. ഡിസംബർ, നവംബർ, ഒക്ടോബർ, ഇങ്ങനെയും റിവിഷൻ കൊണ്ടുവരണം കേട്ടോ. നോബൽ സമ്മാനവും വയലാർ അവാർഡും, ഇപ്പോഴത്തെ മന്ത്രിമാർ, അല്ലെങ്കിൽ ഇപ്പോഴത്തെ ഇന്ത്യയുടെ പദവികൾ, ഇതൊക്കെ ഇപ്പോഴേ പഠിച്ചോ. മാറും എന്ന് വെച്ചാൽ അവസാന നിമിഷം പഠിക്കരുത്. ഇപ്പോഴത്തെ അറ്റോർണി ജനറൽ ആര്, വെങ്കിട്ടരമണി, ഇപ്പോഴത്തെ കൺട്രോളർ ആൻഡ് ഓഡിറ്റർ ജനറൽ ആര്, സഞ്ജയ് മൂർത്തി, ഇപ്പോഴത്തെ സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് ആര്, സൂര്യകാന്ത്, ഇപ്പോഴത്തെ ISRO ചെയർമാൻ ആര്, നാരായണൻ, ഇങ്ങനെ ഇപ്പോഴും അതും ഒന്ന് റിവിഷൻ നടത്തിക്കൊണ്ടിരിക്കണം. കാരണം എപ്പോഴും അപ്ഡേറ്റ് നിങ്ങളായിരിക്കണം. ആരെങ്കിലും നിങ്ങളോട് പെട്ടെന്നൊരു കറണ്ട് അഫേഴ്സ് ഇങ്ങനെയുള്ള ബേസിക് ക്വസ്റ്റ്യൻ പോലും പഠിച്ചിട്ടില്ലേ എന്ന് ചോദിക്കരുത്. ഏറ്റവും കൂടുതൽ ഈ പെൺകുട്ടികൾക്ക് അബദ്ധം, ഈ ബേസിക് കറണ്ട് അഫേഴ്സ് അവർ പഠിക്കത്തില്ല. ജനറൽ അവയറൻസ് ഇല്ലാതെ റാങ്ക് ഫയൽ അരിച്ച് പറക്കി പഠിച്ചുകൊണ്ടിരിക്കും. അവരുടെ പ്രത്യേക ശ്രദ്ധയ്ക്ക് അവസാന നിമിഷം കൊണ്ട് പഠിക്കല്ല, ഇപ്പോഴേ അങ്ങ് ഈ പൊതു പദവികൾ, മന്ത്രിമാർ,
മന്ത്രിമാർ, അതുപോലെ ഇത് ഏതാ നമ്മുടെ അവാർഡുകൾ, മലയാള സാഹിത്യ അവാർഡ്, നോബൽ സമ്മാനങ്ങൾ, ഇതൊക്കെ ഇപ്പോഴേ പഠിച്ച് റിവിഷൻ കൊണ്ടുവരണോടെ. ആര് ചോദിച്ചാലും ഇന്ന കെമിസ്ട്രിയുടെ നോബൽ സമ്മാനം കിട്ടിയ 3 പേര് ആര് എന്ന് ചോദിച്ചാൽ ഓർമ്മ കിട്ടണം. ചിലപ്പം പഠിക്കുമ്പോൾ ഓർമ്മ കിട്ടത്തില്ല, പക്ഷേ പലതവണ അത് റിവിഷൻ നടത്തുമ്പോൾ അത് ഓർമ്മ വരും. ഒരു വട്ടം പഠിച്ചു ഞാൻ പഠിച്ചു തീർത്തു എന്നല്ല. നോബൽ സമ്മാനങ്ങളായാലും വനിതാ ലോകകപ്പ് ക്രിക്കറ്റ് ആയാലും ഇതൊക്കെ 2-3 വട്ടം അല്ലെങ്കിൽ ഒരു 10 പ്രാവശ്യമെങ്കിലും കണ്ട് ശീലിക്കുമ്പം ആ വേടുകളങ്ങ് ജപ്പാൻകാരനെ ഇന്ന ആള് എന്നൊക്കെ അങ്ങ് സെറ്റായി മാറും കേട്ടോ. നമുക്കൊന്ന് റിവിഷൻ നടത്താം. ഇന്നത്തെ ടോപ്പിക്ക് മുമ്പ് എപ്പോഴും ഞാൻ എല്ലാ ടോപ്പിക്കും വരുന്നതിന് മുമ്പ് ഒരു റിവിഷൻ നിങ്ങൾക്ക് കൊണ്ടുവരും. കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ ഹിസ്റ്ററിയുമായി ബന്ധപ്പെട്ട കുറേ നല്ല കാര്യങ്ങൾ പഠിച്ചായിരുന്നു. ഇന്ന് ഞാനൊരു റിവിഷൻ നിങ്ങൾക്ക് കൊണ്ടുവരട്ടെ. റിവിഷനിൽ പ്രധാനപ്പെട്ട എന്തൊക്കെ ഓർമ്മ ഉണ്ടെന്ന് നോക്കാം. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ആളുകൾ സംസാരിക്കുന്ന 2ാമത്തെ ഭാഷ ബംഗാളിയല്ലേ? ആണ്, 2ാമത്തെ ഭാഷ ബംഗാളിയാണ്. ഇത് എപ്പോഴും ഞാൻ പറയാറുള്ളതായിരുന്നു അല്ലേ. ജനഗണമനയും വന്ദേ മാതരവും ബംഗാളി ഭാഷയിലല്ലേ നമ്മൾ പറയുന്നത്. ജനഗണമനയും വന്ദേ മാതരവും ഏത് ഭാഷയിലാണ്? ബംഗാളി ഭാഷയിൽ. എന്നാൽ ജനഗണമന 1911, വന്ദേ മാതരം ഏത് വർഷം? 1896. ജനഗണമന 1911, വന്ദേ മാതരം 1896. ആരാ എഴുതിയത്? ജനഗണമന എഴുതിയത് രവീന്ദ്രനാഥ ടാഗോർ അല്ലേ. ടാഗോറിൻ്റെ പശ്ചിമ ബംഗാളിൽ സ്ഥാപിച്ച സർവകലാശാലയല്ലേ വിശ്വഭാരതി സർവകലാശാല. ടാഗോർ പശ്ചിമ ബംഗാളിൽ സ്ഥാപിച്ച സർവകലാശാല ഏതാണ്? വിശ്വഭാരതി സർവകലാശാല. അതിൻ്റെ ആദ്യകാല നാമം ശാന്തി നികേതൻ എന്നായിരുന്നു. 1901 വന്ന ശാന്തി നികേതനാണ് 1921 എന്തായിട്ട് മാറിയത്? വിശ്വഭാരതി സർവകലാശാലയായത്. അപ്പോൾ 1 ശാന്തി നികേതൻ സ്ഥാപിച്ചത് ആരാടെ? ടാഗോർ. ഈ ടാഗോർ അല്ലേ ഗാന്ധിജി ആദ്യമായിട്ട് മഹാത്മാ എന്ന് വിളിച്ചത്? ഗാന്ധിജി ആദ്യമായിട്ട് മഹാത്മാ എന്ന് വിളിച്ചത് ആരാടെ? ടാഗോറാണ് അല്ലേ. ടാഗോറാണ്. ടാഗോറിൻ്റെ പ്രധാനപ്പെട്ട കൃതിയല്ലേ കാബൂളിവാല, പോസ്റ്റ് ഓഫീസ്, ഗാർഡനർ, ഗീതാഞ്ജലി, ജീവൻ സ്മൃതി. കാബൂളിവാല, പോസ്റ്റ് ഓഫീസ്, ഗോറ, ഗീതാഞ്ജലി, ജീവൻ സ്മൃതി, ഇതൊക്കെ ആരുടെ പ്രധാന കൃതിയാണ്? നമ്മുടെ രവീന്ദ്രനാഥ ടാഗോർ. അപ്പോൾ ഗാന്ധിജി ആദ്യമായിട്ട് മഹാത്മാ എന്ന് വിളിച്ചത് രവീന്ദ്രനാഥ ടാഗോറാണ്. ടാഗോറിൻ്റെ പ്രധാന കൃതി ഏതാണ്? കാബൂളിവാല, പോസ്റ്റ് ഓഫീസ് അല്ലേ. ഇന്ത്യയിൽ ആദ്യത്തെ പോസ്റ്റ് ഓഫീസ് കൊൽക്കത്തയിലാണ് വരുന്നത്. ഇന്ത്യയിൽ ആദ്യമായിട്ട് പോസ്റ്റ് ഓഫീസ് വരുന്നത് എവിടെയാണ്? കൊൽക്കത്തയിലാണ്. കേരളത്തിലെ ആദ്യത്തെ പോസ്റ്റ് ഓഫീസ് എവിടെയാണെന്നറിയാമോ? ആലപ്പുഴയിലാണ്. കേരളത്തിൽ ആദ്യമായി പോസ്റ്റ് ഓഫീസും കയർ ഫാക്ടറിയും വന്നതും ആലപ്പുഴയിൽ. അപ്പോൾ കേരളത്തിലെ ആദ്യത്തെ പോസ്റ്റ് ഓഫീസും ആ കയർ ഫാക്ടറിയും വന്നത് 1857 പോസ്റ്റ് ഓഫീസ്, 1859 കയർ ഫാക്ടറി. അപ്പോൾ കേരളത്തിൽ ആലപ്പുഴയിലാണ് ആദ്യത്തെ പോസ്റ്റ് ഓഫീസും ആദ്യത്തെ കയർ ഫാക്ടറിയും വന്നത്. 1857 പോസ്റ്റ് ഓഫീസും 1859 കയർ ഫാക്ടറിയും. ഈ 59 കേരളത്തിൽ ചാനാർ ലഹള നടന്നത്. ചാനാർ ലഹള നടന്ന വർഷം എന്നാണ്? 1859 അല്ലേ. ചാനാർ ലഹള നടന്ന വർഷം 1859. ചാനാർ ലഹള പിന്തുണച്ച നവോത്ഥാന നായകനാരാ? അത് വൈകുണ്ഠസ്വാമികളാണ് അല്ലേ. ചാനാർ ലഹളയെ പിന്തുണച്ച വൈകുണ്ഠസ്വാമിയാരുടെ പിന്തുണച്ച നവോത്ഥാന നായകനാരാടെ? വൈകുണ്ഠസ്വാമികളാണ് അല്ലേ. ചാനാർ ലഹളയെ തുടർന്ന് മാറുമറയ്ക്കാനുള്ള അനുവാദം കൊടുത്ത തിരുവിതാംകൂർ രാജാവല്ലേ ഉത്രം തിരുനാൾ. മാറുമറയ്ക്കാനുള്ള അനുവാദം കൊടുത്ത തിരുവിതാംകൂർ രാജാവാരാടെ? ഉത്രം തിരുനാൾ. ഏത് വർഷമാണ് ചാനാർ ലഹള? 1859. ഈ 59 ഇന്ത്യയിലെ ഇൻഡിഗോ കലാപം അഥവാ നീലം കലാപം നടന്ന വർഷം. ഇൻഡിഗോ കലാപം അഥവാ നീലം കലാപം നടന്ന ഏത് വർഷമാണ്? 1859. അപ്പോൾ ചാനാർ ലഹള ഏത് വർഷം? 59 ചാനാർ ലഹളയെ പിന്തുണച്ച നവോത്ഥാന നായകൻ വൈകുണ്ഠസ്വാമികൾ. വൈകുണ്ഠസ്വാമികളുടെ ഇന്ത്യയിലെ കേരളത്തിലെ ആദ്യത്തെ നവോത്ഥാന പ്രസ്ഥാനം. കേരള നവോത്ഥാനത്തിൻ്റെ വഴികാട്ടി എന്ന് വിളിക്കുന്നത് തന്നെ വൈകുണ്ഠസ്വാമികളാണ്. 1836 സമത്വ സമാജം സ്ഥാപിച്ചത് വൈകുണ്ഠസ്വാമികളാണ്. 1836 സമത്വ സമാജം സ്ഥാപിച്ചത് ആരാണ്? വൈകുണ്ഠസ്വാമികളാണ്. അപ്പോൾ വൈകുണ്ഠസ്വാമികളുടെ പ്രധാനപ്പെട്ട സംഘടന ഏതാണ്? സമത്വ സമാജം. മുന്തിരിക്കിണർ സ്ഥാപിച്ചത് അദ്ദേഹമാണ്. സമപന്തി ഭോജനം സ്ഥാപിച്ചത് അദ്ദേഹം. മുന്തിരിക്കിണർ, സമപന്തി ഭോജനം, നിഴൽത്താങ്കൽ ആരാധനാലയം ഒക്കെ കൊണ്ടുവന്നത് ആരാണ്? വൈകുണ്ഠസ്വാമികൾ. അഖിലത്തിരിട്ട്, അമ്മാനെ അരുൾനൂൽ എന്നീ കൃതികളൊക്കെ നമ്മുടെ വൈകുണ്ഠസ്വാമികളുടെ കൃതികളാണ്. അതൊന്ന് റിവിഷൻ. നമുക്ക് ഇന്ന് ഞാൻ കുറച്ച് കേരളത്തിൽ ഏറ്റവും കൂടുതൽ 20 മാർക്കോളം കേരളമാണെന്ന് അറിഞ്ഞപ്പം കുറച്ച് കേരള റിവിഷൻ ഇന്ന് ഞാൻ കൊണ്ടുവരുന്നത്. കേരളവുമായി ബന്ധപ്പെട്ട കുറച്ച് മുമ്പ് കേരളവുമായി ബന്ധപ്പെട്ട വ്യക്തികളുടെ ഒരു റിവിഷൻ നിങ്ങൾക്ക് തന്നു. ഓർമ്മയുണ്ടോ? നമ്മുടെ എനിക്ക് തോന്നുന്നു പാർട്ട് 5-ലോ 4-ലോ നോക്കിയാൽ മതി. കേരളത്തിലെ പ്രധാനപ്പെട്ട PSCക്ക് ചോദിക്കുന്ന വ്യക്തികളെക്കുറിച്ച്. ഇന്ന് കേരളവുമായി ബന്ധപ്പെട്ട കുറച്ച് ചോദ്യങ്ങൾ നോക്കാം. കുറച്ചേ ഉള്ളൂ, ഒരുവിധമൊക്കെ നിങ്ങൾക്ക് അറിയുന്നതാണ്. കേരളത്തിലെ ഏറ്റവും നീളം കൂടിയത് ഏറ്റവും വലുതുമായ കായൽ ഏതെന്ന് ചോദിച്ചാൽ
നിങ്ങൾക്കറിയാം വേമ്പനാട്ട് കായൽ അല്ലേ, ഏറ്റവും നീളം കൂടിയ കായൽ എന്ന് ചോദിച്ചാലും ഏറ്റവും വലിയ കായൽ, ഇന്ത്യയുടെ തന്നെ ഏറ്റവും വലിയ കായൽ കേട്ടോ, ഇന്ത്യയിലെ ഏറ്റവും നീളം കൂടിയ കായൽ എന്ന് ചോദിച്ചാലും നിങ്ങൾക്ക് എന്തെഴുതാം, നമ്മുടെ വേമ്പനാട്ട് കായൽ എഴുതാം. അപ്പം കേരളത്തിലെ ഏറ്റവും വലുതും കേരളത്തിലെ ഏറ്റവും നീളം കൂടിയതും ഇന്ത്യയിലെ ഏറ്റവും നീളം കൂടിയ കായൽ ഏതാണ്? വേമ്പനാട്ട് കായൽ. 96.5 കിലോമീറ്ററാണ് വേമ്പനാട്ട് കായലിൻ്റെ നീളം. 96.5 കിലോമീറ്റർ. കേരളത്തിലെ ഏറ്റവും ആഴം കൂടിയ കായൽ എന്ന് എടുത്ത് ചോദിച്ചാൽ അഷ്ടമുടി കായലാണ് പറയേണ്ടത്. കേരളത്തിലെ ഏറ്റവും ആഴം കൂടിയ കായൽ ഏതാണ്? അഷ്ടമുടി കായൽ. ഏറ്റവും വലിയ രണ്ടാമത്തെ കായലും അഷ്ടമുടി കായലാണ്. അപ്പോൾ ഏറ്റവും ആഴം കൂടിയ കായലിൽ ഒന്നാം സ്ഥാനം അഷ്ടമുടി കായൽ, ഏറ്റവും വലിയ രണ്ടാമത്തെ കായൽ എന്നറിയപ്പെടുന്നതും കൊല്ലം ജില്ലയിലെ അഷ്ടമുടി കായൽ അല്ലേ. മറ്റൊരു പേര് പറയാമോ? അഷ്ടമുടി കായലിൻ്റെ മറ്റൊരു പേര് ആശ്രാമം കായൽ എന്നാണ്. അഷ്ടമുടി കായലിൻ്റെ മറ്റൊരു പേരെന്താണ്? ആശ്രാമം കായൽ. പനയുടെയും നീരാളിയുടെയും ആകൃതിയിലുള്ള കായൽ ഏതെന്ന് ചോദിച്ചിട്ടില്ലേ? പനയുടെയും നീരാളിയുടെ ആകൃതിയിൽ അഷ്ടമുടി കായൽ. അഷ്ടമുടി കായലിലല്ലേ പെരുമൺ ദുരന്തം നടന്നത്? പ്രശസ്തമായ ട്രെയിൻ അപകടമായ പെരുമൺ ദുരന്തം 1988 ജൂലൈ 8 പെരുമൺ ദുരന്തം നടന്നത് അഷ്ടമുടി കായൽ. അഷ്ടമുടി കായലിലെ ഒരു തുരുത്താണ് മൺട്രോ തുരുത്ത്. അപ്പം മൺട്രോ തുരുത്ത് സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? അഷ്ടമുടി കായൽ. കണ്ടൽ കാടുകൾ നിറഞ്ഞ കേരളത്തിലെ കായൽ ഏതെന്ന് ചോദിച്ചിട്ടില്ലേ? കണ്ടൽ കാടുകൾ നിറഞ്ഞ കേരളത്തിലെ കായലും അഷ്ടമുടി കായലാണ് നമ്മൾ പറയേണ്ടത്. കൊല്ലം ജില്ലയിലാണ് ഈ അഷ്ടമുടി കായലിൽ നടക്കുന്ന ഒരു വള്ളംകളിയാണ് പ്രസിഡൻസ് ട്രോഫി വള്ളംകളി. പ്രസിഡൻസ് ട്രോഫി വള്ളംകളി നടക്കുന്നത് എവിടെയാണ്? അഷ്ടമുടി കായലിലാണ് പ്രസിഡൻസ് ട്രോഫി വള്ളംകളി. കായലുകളുടെ രാജ്ഞി എന്ന് വിളിക്കുന്നതും അത് കൊല്ലം ജില്ലയിലെ തന്നെ ശാസ്താംകോട്ട കായലാണ്. കായലുകളുടെ രാജ്ഞി, എഫ് ആകൃതിയിൽ ഒഴുകുന്നതും കേട്ടോ, എഫ് ആകൃതിയിൽ, ഇംഗ്ലീഷ് അക്ഷരമാലയിൽ എഫ് ആകൃതിയിൽ ഒഴുകുന്നതും ഏതാണ്? ശാസ്താംകോട്ട കായൽ. ഏറ്റവും വലിയ ശുദ്ധജല തടാകം ശാസ്താംകോട്ട കായലല്ലേ ഏറ്റവും വലിയ ശുദ്ധജല തടാകം. ജലാശയങ്ങളുടെ കവാടം എന്നറിയപ്പെടുന്നത് അഷ്ടമുടി കായലിനെയാണ്. ജലാശയങ്ങളുടെ കവാടം എന്നറിയപ്പെടുന്നത് ഏതാണ്? അഷ്ടമുടി കായൽ. അപ്പോൾ കായലുകളുടെ രാജ്ഞി ശാസ്താംകോട്ട കായൽ, ജലാശയങ്ങളുടെ കവാടം എന്നറിയപ്പെടുന്നത് ഏതാണ്? അഷ്ടമുടി കായലാണ്. തെറ്റരുത്. എഫ് ആകൃതിയിൽ ഒഴുകുന്നത് ഏതാ? ശാസ്താംകോട്ട കായൽ. അത് എളുപ്പമുള്ളത് കൊണ്ട് ഞാൻ കേരളം അങ്ങ്. കേരളത്തിലെ ഏറ്റവും വടക്കേറ്റത്തെ കായൽ ഉപ്പളക്കായലാണ്. കാസർഗോഡ് ജില്ലയിലാണ് വടക്കേറ്റത്തെ കായലുള്ളത്. ഉപ്പളക്കായലാണ്. അതായത് നമ്മുടെ ഏറ്റവും ചെറിയ നദി ഉണ്ടല്ലോ, കേരളത്തിലെ ഏറ്റവും ചെറിയ നദി ഏതാ? മഞ്ചേശ്വരം പുഴ. ഇത് പതിക്കുന്നതും ഈ ഉപ്പളക്കായലിലാണ്. കേരളത്തിലെ ഏറ്റവും ചെറിയ നദി ഉപ്പളക്കായൽ, കാസർഗോഡ് ജില്ല. കേരളത്തിലെ ഏറ്റവും തെക്കേറ്റത്തെ കായൽ, അപ്പോൾ ഏറ്റവും വടക്കേറ്റത്തെ കായൽ ഉപ്പളക്കായൽ കാസർഗോഡാണ്. ഏറ്റവും ചെറിയ നദി മഞ്ചേശ്വരം പുഴ പതിക്കുന്നതും ഉപ്പളക്കായലിലാണ്, കാസർഗോഡാണ്. കേരളത്തിലെ ഏറ്റവും തെക്കേറ്റത്തെ കായൽ തിരുവനന്തപുരത്തെ വേളിക്കായലാണ്. തെക്കേറ്റത്തെ കായൽ ഏതാണ്? തിരുവനന്തപുരത്ത് വേളിക്കായലാണ്. കേരളത്തിലെ ഏറ്റവും വടക്കേറ്റത്തെ ശുദ്ധജല തടാകവും തെക്കേറ്റത്തെ ശുദ്ധജല തടാകവും. വടക്കേറ്റത്തെ ശുദ്ധജല തടാകം വയനാട് പൂക്കോടാണ്. വടക്കേറ്റത്തെ കായൽ നിങ്ങൾ പഠിച്ചു, ഏതാ? അത് ഉപ്പളക്കായൽ കാസർഗോഡ്. വടക്കേറ്റത്തെ ശുദ്ധജല തടാകം പൂക്കോട് തടാകം വയനാട്. തെക്കേറ്റത്തെ ശുദ്ധജല തടാകം വെള്ളായണി കായൽ തിരുവനന്തപുരമാണ്. വെള്ളായണി കായൽ തിരുവനന്തപുരം. കാർഷിക കോളേജ് സ്ഥിതി ചെയ്യുന്നത് വെള്ളായണിയല്ലേ? ഈ അയ്യങ്കാളിയുടെ പേരിൽ ജലോത്സവം നടക്കുന്നത് വെള്ളായണി കായലല്ലേ? അയ്യങ്കാളി ട്രോഫി ജലോത്സവം ഒക്കെ നടക്കുന്നത് വെള്ളായണി കായൽ. കേരളത്തിലെ ഏറ്റവും വലിയ ശുദ്ധജല തടാകം ശാസ്താംകോട്ട കൊല്ലമാണ്. കേരളത്തിലെ ഏറ്റവും വലിയ ശുദ്ധജല തടാകം ശാസ്താംകോട്ട കൊല്ലം. ഏറ്റവും വലിയ രണ്ടാമത്തെ ശുദ്ധജല തടാകം ഇപ്പം പരീക്ഷയ്ക്ക് ചോദിച്ചു, വെള്ളായണി കായൽ തിരുവനന്തപുരമാണ്. രണ്ടാമത്തെ ശുദ്ധജല. ഏറ്റവും ചെറിയ ശുദ്ധജല തടാകം വയനാട് പൂക്കോടാണ്. അപ്പോൾ വലുത് ശാസ്താംകോട്ട, രണ്ടാം സ്ഥാനത്ത് വെള്ളായണി, ഏറ്റവും ചെറുത് ഏതാണ്? ഏറ്റവും ചെറുത് പൂക്കോട് തടാകമാണ്. ഏറ്റവും ചെറുത് ഏതെന്നു? ഹൃദയാകൃതിയിലുള്ള തടാകം മേപ്പാടി തടാകം വയനാട്. ആദ്യം ആ ബേസ് അങ്ങ് തീർക്കാൻ വേണ്ടിയാണ്. ഹൃദയാകൃതിയിലുള്ള തടാകം ഏതാണ്? വയനാട് മേപ്പാടി തടാകം. ഭൂപടാകൃതിയിൽ തന്നെ സ്ഥിതി ചെയ്യുന്ന ഒരു തടാകം വയനാട് തന്നെ പൂക്കോട് തടാകമാണ്. ഹൃദയാകൃതിയിൽ മേപ്പാടിയാണെങ്കിൽ ഭൂപടാകൃതിയിലുള്ള തടാകം ഏതാണ്? വയനാട് പൂക്കോട് തടാകമാണ്. ഓക്കെ. വേമ്പനാട്ട് കായൽ എത്ര ജില്ലകളിൽ വ്യാപിച്ചു കിടക്കുന്നു? നല്ലൊരു ക്വസ്റ്റ്യൻ അല്ലേ? അത് പരീക്ഷയ്ക്ക് ആവർത്തിക്കാം, ഉറപ്പായിട്ട് വരാൻ പറ്റിയത് 3 ജില്ലകൾ: ആലപ്പുഴ, കോട്ടയം, എറണാകുളം. വേമ്പനാട്ട് കായൽ എത്ര ജില്ലകളിൽ വ്യാപിച്ചു കിടക്കുന്നത്? 3. അതായത് എറണാകുളം ഉറപ്പായിട്ടുണ്ട്. കാരണം എന്താ? കൊച്ചി തുറമുഖം വേമ്പനാട്ട് കായലിലാണല്ലോ. അപ്പോൾ എറണാകുളം. കോട്ടയം നമുക്ക് പഠിക്കാം, വൈക്കം ക്ഷേത്രം വേമ്പനാട്ട് കായൽ, കുമരകം വേമ്പനാട്ട് കായൽ, ഇങ്ങനെയൊക്കെ പറയുമ്പോൾ കോട്ടയം കിട്ടും. ആലപ്പുഴയും നിങ്ങൾ പഠിച്ചിട്ടുണ്ടേ. ആലപ്പുഴയിലെ പുന്നമടക്കായൽ വേമ്പനാട്ട് കായലിൻ്റെ മറ്റൊരു പേരല്ലേ? കുട്ടനാട്ടിൽ പുന്നമടക്കായൽ എന്നല്ലേ അറിയപ്പെടുന്നത്. അതുപോലെ തണ്ണീർ മുക്കമ്പണ്ട്, തോട്ടപ്പള്ളി സ്പിൽവേ, ഇതൊക്കെ ആലപ്പുഴയിലാണ്. തണ്ണീർ മുക്കമ്പണ്ട് വേമ്പനാട്ട് കായലിലാണ്, തോട്ടപ്പള്ളി സ്പിൽവേ വേമ്പനാട്ട് കായലിലാണ്. ഇതൊക്കെ ആലപ്പുഴ ജില്ലയിലല്ലേ? അപ്പം അത് വേമ്പനാട്ട് കായൽ. 3 ജില്ലകൾ ഏതൊക്കെയാ?
ആലപ്പുഴ, കോട്ടയം, എറണാകുളം. അടുത്തൊക്കെ വേമ്പനാട്ട് കായലാണ് റാംസാർ സൈറ്റിൽ ഉൾപ്പെടുത്തിയ വർഷം. കേരളത്തിലെ ഏറ്റവും വലിയ റാംസാർ സൈറ്റ് വേമ്പനാട്ട് കായല. 2002 കൂടിയാണ് ഇവരെ ഉൾപ്പെടുത്തുന്നത്. 3 പേർക്ക് റാംസാർ സൈറ്റിൽ കേരളത്തിൽ നിന്ന് വന്നിട്ടുള്ളൂ. തണ്ണീർത്തടങ്ങളുടെ സംരക്ഷണവുമായി ബന്ധപ്പെട്ട റാംസാർ സൈറ്റിൽ ഉൾപ്പെടുത്തിയത് കേരളത്തിൽ നിന്ന് 3 പേര് ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ആരൊക്കെയാണ്? വേമ്പനാട്ട് കായൽ, അഷ്ടമുടിക്കായൽ, ശാസ്താംകോട്ടക്കായൽ. ഏത് വർഷമാണ്? 2002. അതിൽ വലുത് ആര് എന്ന് ചോദിച്ചാൽ വേമ്പനാട്ട് കായലായിരിക്കും വലുത്, അല്ലേ? അപ്പം കേരളത്തിൽ നിന്ന് റാംസാർ സൈറ്റിൽ ഉൾപ്പെടുത്തിയ 3 കായലുകൾ ഏതൊക്കെയാണ്? ശാസ്താംകോട്ടക്കായൽ, അഷ്ടമുടിക്കായൽ, വേമ്പനാട്ട് കായൽ. വർഷം തെറ്റണ്ട, 2002. സെറ്റാണല്ലോ. അപ്പം അത് തണ്ണീർത്തടങ്ങളുമായി ബന്ധപ്പെട്ടതാണ് റാംസാർ സൈറ്റ്. അതൊന്ന് ഓർത്ത് വെച്ചിരിക്കുക. അടുത്ത നല്ലൊരു ക്വസ്റ്റ്യനിലൊക്കെ ഓക്കെ. കേരളത്തിലെ തെക്ക് പടിഞ്ഞാറൻ മൺസൂണും ഉണ്ട്. തെക്ക് പടിഞ്ഞാറൻ മൺസൂണിൻ്റെ മറ്റു പേരുകളുണ്ട്. തെക്ക് പടിഞ്ഞാറൻ മൺസൂൺ ജൂൺ മുതൽ സെപ്റ്റംബർ വരെ. കേരളത്തിൽ ഏറ്റവും കൂടുതൽ മഴ കിട്ടുന്നത് തെക്ക് പടിഞ്ഞാറൻ മൺസൂണാണ്. ജൂൺ മുതൽ സെപ്റ്റംബർ വരെയാണ്. ഇതിനെ വിളിക്കുന്ന മറ്റു പേരുകളാണ് കാലവർഷം, ഇടവപ്പാതി. കാലവർഷമെന്നും ഇടവപ്പാതി എന്നൊക്കെ അറിയപ്പെടുന്നത് ഏതിനെയാണ്? തെക്ക് പടിഞ്ഞാറൻ മൺസൂൺ, ജൂൺ മുതൽ സെപ്റ്റംബർ വരെ. അപ്പോൾ വടക്ക് കിഴക്കൻ മൺസൂണിൻ്റെ മറ്റു പേരൊക്കെ എന്തൊക്കെ? കേരളത്തിലെ വടക്ക് കിഴക്കൻ മൺസൂണിനെ ഒക്ടോബർ നവംബർ കാലഘട്ടമാണ്. ഇതിനെ തുലാവർഷം എന്നാണ് വിളിക്കുന്നത്. കേരളത്തിലെ വടക്ക് കിഴക്കൻ മൺസൂണിനെ വിളിക്കുന്ന പേരെന്താണ്? ഒക്ടോബർ നവംബർ മാസമാണ്. ഇതിനെ തുലാവർഷം എന്ന് വിളിക്കുന്നു. അടുത്ത നല്ലൊരു ക്വസ്റ്റ്യൻ. അതാണ്ട് വനം കേരളത്തിൽ ഏറ്റവും കൂടുതൽ ഇടുക്കി ജില്ലയിലല്ലേ വനം ഏറ്റവും കുറവ് ആലപ്പുഴയിലാണ്. വനം ഏറ്റവും കുറവ് എവിടെയാണ്? ആലപ്പുഴയ്ക്കാണ് വനം ഏറ്റവും കുറവ്. കേരളത്തിൽ കടൽ തീരം കൂടുതൽ കണ്ണൂരിനല്ലേ? കടൽ തീരം കുറവ് കൊല്ലത്തിനല്ലേ? കടൽ തീരം കൂടുതലുള്ള താലൂക്ക് ചേർത്തലയാണ്. ബേസ് ക്വസ്റ്റ്യനാണ് എഴുതിയേക്കുന്നത്. കടൽ തീരം ഏറ്റവും കൂടുതലുള്ള ജില്ല കണ്ണൂര്. കടൽ തീരം ഏറ്റവും കുറവുള്ള ജില്ല കൊല്ലം. കടൽ തീരം ഏറ്റവും കൂടുതലുള്ള താലൂക്ക് ഏതാണ്? ആലപ്പുഴയിലെ ചേർത്തല. അത് നല്ലൊരു ക്വസ്റ്റ്യൻ. കണ്ടൽക്കാടുകൾ ഏറ്റവും കൂടുതൽ കണ്ണൂരാണ്. അപ്പോൾ കടൽ തീരം കൂടുതൽ കണ്ണൂര്, കണ്ടൽക്കാടുകൾ കൂടുതൽ എവിടെയാണ്? കണ്ണൂര്. കണ്ടൽക്കാടുകൾ നിറഞ്ഞ കേരളത്തിലെ പക്ഷി സങ്കേത കേന്ദ്രം മംഗളവനമാണ്. കണ്ടൽക്കാടുകൾ നിറഞ്ഞ കേരളത്തിലെ പക്ഷി സങ്കേത കേന്ദ്രം ഏതാണ്? മംഗളവനം, എറണാകുളം. കേരളത്തിലെ ഏറ്റവും ചെറിയ പക്ഷി സങ്കേത കേന്ദ്രം മംഗളവനമാണ്. കേരളത്തിലെ ഏറ്റവും ചെറിയ പക്ഷി സങ്കേത കേന്ദ്രം കൊച്ചിയുടെ ശ്വാസകോശം എന്നറിയപ്പെടുന്ന പക്ഷി സങ്കേത കേന്ദ്രം. അതുപോലെ ഒരു നഗരഹൃദയത്തിൽ സ്ഥിതി ചെയ്യുന്ന പക്ഷി സങ്കേത കേന്ദ്രം. കൊച്ചിയുടെ ശ്വാസകോശം എന്നും ഒരു നഗരഹൃദയത്തിൽ സ്ഥിതി ചെയ്യുന്നതും കേരളത്തിലെ ഏറ്റവും ചെറിയ പക്ഷി സങ്കേത കേന്ദ്രവും കേരള ഹൈക്കോടതിയുടെ തൊട്ടടുത്തായിട്ട് സ്ഥിതി ചെയ്യുന്ന പക്ഷി സങ്കേത കേന്ദ്രവും മംഗളവനമാണ്. മംഗളവനം എവിടെയാണ്? എറണാകുളം ജില്ലയിലെ മംഗളവനം. കണ്ടൽക്കാടുകൾ നിറഞ്ഞ കേരളത്തിൽ ഒരു കായലുണ്ട് നമുക്ക്, അഷ്ടമുടിക്കായൽ, കൊല്ലം. അപ്പോൾ കണ്ടൽക്കാടുകൾ നിറഞ്ഞ കേരളത്തിലെ പക്ഷി സങ്കേത കേന്ദ്രം ഏതാ? മംഗളവനം. കണ്ടൽക്കാടുകൾ നിറഞ്ഞ കേരളത്തിലെ കായൽ ഏതാ? അഷ്ടമുടിക്കായൽ. കണ്ടൽ മ്യൂസിയം സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? കേരളത്തിൽ കണ്ടൽ മ്യൂസിയം കോഴിക്കോട് കൊയിലാണ്ടിയിലാണ്. കേരളത്തിൽ കണ്ടൽ മ്യൂസിയം എവിടെയാണ്? കോഴിക്കോട്. അപ്പോൾ കണ്ടൽക്കാടുകൾ കൂടുതൽ കണ്ണൂര്, കണ്ടൽക്കാടുകൾ നിറഞ്ഞ പക്ഷി സങ്കേത കേന്ദ്രം മംഗളവനം, കണ്ടൽക്കാടുകൾ നിറഞ്ഞ കായൽ അഷ്ടമുടിക്കായൽ, കണ്ടൽ മ്യൂസിയം സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? കൊയിലാണ്ടിയിലാണ്. ഇനി കണ്ടൽ ഗവേഷണ കേന്ദ്രം എവിടെയാണെന്ന് വെച്ചിട്ടുണ്ട്. കേരളത്തിൽ കണ്ടൽ ഗവേഷണ കേന്ദ്രം 1000 തെങ്ങ്, കൊല്ലം ജില്ലയിലാണ്. 1000 തെങ്ങ്, കൊല്ലം. കണ്ടൽ വനങ്ങൾക്ക് ആവശ്യമായ മണ്ണേതാ? പീറ്റുമണ്ണ്. കണ്ടൽ വനങ്ങൾക്ക് ആവശ്യമായ മണ്ണേതാണ്? പീറ്റുമണ്ണ്. അത് നല്ലൊരു ക്വസ്റ്റ്യനാണ്. അടുത്ത നോക്കിയേ. കേരളത്തിൽ സർക്കാർ നടപ്പിലാക്കിയ മഴവെള്ള കൊയ്ത്ത് പദ്ധതിയുടെ പേരെന്താണ്? മഴവെള്ള കൊയ്ത്ത് പദ്ധതിയുടെ പേര് വർഷ എന്നതാണ്. കേരള സർക്കാർ നടപ്പിലാക്കിയ മഴവെള്ള കൊയ്ത്ത് പദ്ധതിയുടെ പേരെന്താണ്? വർഷ. ഗ്രാമീണ മേഖലയിൽ ജനങ്ങൾക്ക് ശുദ്ധജലം എത്തിക്കാൻ ലോകബാങ്കിന്റെ സഹായത്തോടെ കേരള സർക്കാർ നടപ്പിലാക്കിയ പദ്ധതിയാണ് ജലനിധി. ലോകബാങ്കിന്റെ ഈ വേർഡ് വേണേ. ലോകബാങ്കിന്റെ സഹായത്തോടെ നടപ്പിലാക്കിയ പദ്ധതി ഏതാണ്? ജലനിധി. കേരളത്തിലെ ശരാശരി വാർഷിക വർഷപാതം 300 സെന്റിമീറ്ററാണ്. ഇത് ഉറപ്പായിട്ട് പല പരീക്ഷയ്ക്കും LGS ആവർത്തിക്കുന്നത്. കേരളത്തിൻ്റെ ശരാശരി വാർഷിക വർഷപാതം 300 സെന്റിമീറ്ററാണ്. കേരളത്തിൻ്റെ ചിറാപ്പുഞ്ചി എന്നൊരു അപരനാമമുള്ളത് വയനാട് ലക്കിടിക്കാണ്. കേരളത്തിൻ്റെ ചിറാപ്പുഞ്ചി എന്ന അപരനാമം ഏത് സ്ഥലത്തിനാണ്? വയനാട് ലക്കിടിക്ക്. കേരളത്തിൽ ഏറ്റവും കൂടുതൽ മഴ പെയ്യുന്നത് എറണാകുളം നേര്യമംഗലത്തും ഏറ്റവും കുറവ് മഴ പെയ്യുന്നത് ഇടുക്കി ചിന്നാറിലുമാണ്. കേരളത്തിൽ ഏറ്റവും കൂടുതൽ മഴ പെയ്യുന്ന സ്ഥലം ഏതാണ്? എറണാകുളം നേര്യമംഗലം. ഏറ്റവും കുറവ് മഴ ലഭിക്കുന്നത് ചിന്നാർ, ഇടുക്കി. അതുകൊണ്ട് ചിന്നാറിനെ കേരളത്തിൻ്റെ മഴനിഴൽ പ്രദേശം എന്ന് വിളിക്കുന്നത് ചിന്നാറാണ്. കേരളത്തിൻ്റെ മഴനിഴൽ പ്രദേശം എന്നറിയപ്പെടുന്ന സ്ഥലം ഏതാ? ചിന്നാറാണ് കേരളത്തിൻ്റെ മഴനിഴൽ പ്രദേശം എന്നറിയപ്പെടുന്നത്. ഏറ്റവും കൂടുതൽ മണ്ണ് ഏതാ കേരളത്തിൽ? കേരളത്തിൽ ഏറ്റവും കൂടുതൽ മണ്ണ് ലാറ്ററൈറ്റ് മണ്ണാണ്. റബ്ബർ കൃഷിക്ക് അനുയോജ്യമായ മണ്ണ് ലാറ്ററൈറ്റ് ആണ്. ഏറ്റവും കൂടുതൽ കറുത്ത മണ്ണ് കാണപ്പെടുന്ന കേരളത്തിലെ സ്ഥലം പാലക്കാട് ചിറ്റൂരാണ്.
പാലക്കാട് ചിറ്റൂരാണ് കറുത്ത മണ്ണ് ഏറ്റവും കൂടുതൽ കാണപ്പെടുന്നത്. കറുത്ത മണ്ണിൻ്റെ മറ്റു പേരുകളാണ് റിഗർ മണ്ണ്, കരിമണ്ണ്. ഇതൊക്കെ റിഗർ മണ്ണ്, കരിമണ്ണ് എന്നൊക്കെ അറിയപ്പെടുന്നത് കറുത്ത മണ്ണാണ്. പരുത്തി, നിലക്കടല, കരിമ്പ് എന്നീ കൃഷിക്ക് അനുയോജ്യമായ മണ്ണും കറുത്ത മണ്ണാണ്. അപ്പം റബ്ബർ കൃഷിക്ക് അനുയോജ്യമായ മണ്ണ് ലാറ്ററൈറ്റ് മണ്ണാണെങ്കിൽ കരിമ്പ്, പരുത്തി, നിലക്കടല ഇതിന് അനുയോജ്യമായ മണ്ണ് ഏതാണ്? അത് കറുത്ത മണ്ണാണ്. ഇതിന് അനുയോജ്യമായ മണ്ണ് ഏതെന്ന് ചോദിച്ചിട്ടുണ്ട്. ഓക്കെ, അടുത്ത ഓക്കെ. ഏറ്റവും കൂടുതൽ മഴ ലഭിക്കുന്ന ജില്ല കോഴിക്കോടും ഏറ്റവും കുറവ് മഴ ലഭിക്കുന്ന ജില്ല തിരുവനന്തപുരമാണ്. മഴ ഏറ്റവും കൂടുതലുള്ള ജില്ല കോഴിക്കോടും മഴ കുറവ് വരുന്ന ജില്ല എവിടെയാണ്? തിരുവനന്തപുരം. സ്ഥലം ചോദിച്ചാലോ? മഴ ഏറ്റവും കൂടുതലുള്ള സ്ഥലം നേര്യമംഗലം, മഴ ഏറ്റവും കുറവുള്ളത് ഇടുക്കിയിലെ ചിന്നാറാണ്. ഇടുക്കിയിലെ ചിന്നാർ. കേരളത്തിലെ നിത്യഹരിത വനങ്ങൾ 2 എണ്ണമാണ്. പശ്ചിമഘട്ട മലനിരയിലാണ് ഇത് കാണുന്നത്. കേരളത്തിലെ നിത്യഹരിത വനങ്ങൾക്ക് ഉദാഹരണം 1 നമ്മുടെ സൈലന്റ് വാലി പാലക്കാട്, 2 എറണാകുളം പൂയംകുട്ടി വനം. ഇത് ശ്രദ്ധിച്ചോണേ, എറണാകുളം പൂയംകുട്ടി വനം നിത്യഹരിത വനത്തിന് ഒരു ഉദാഹരണമാണ്. അപ്പോൾ പൂയംകുട്ടി വനം ഏത് ജില്ലയിലാണ്? എറണാകുളം ജില്ലയിലാണ്. അത് നല്ലൊരു ക്വസ്റ്റ്യൻ. കേരളത്തിൽ ഫോറസ്റ്റ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് പീച്ചിയിലല്ലേ ആണ്? തൃശ്ശൂർ 1975 നിലവിൽ വന്ന പീച്ചിയാണ്. അപ്പോൾ കേരള ഫോറസ്റ്റ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് എവിടെയാണ്? പീച്ചി. ഫോറസ്റ്റ് അക്കാദമി അരിപ്പ. ആദ്യമായിട്ട് ഒരു ട്രെയിനിങ് കോളേജ് വാളയാറിൽ വരുന്നെങ്കിലും മെയിൻ ഇപ്പോഴത്തെ ഫോറസ്റ്റ് അക്കാദമി എവിടെയാണെന്ന് ചോദിച്ചാൽ തിരുവനന്തപുരം അരിപ്പയാണ് ഫോറസ്റ്റ് അക്കാദമി. അരിപ്പ ഒരു പക്ഷി സങ്കേത കേന്ദ്രവും കൂടെ ഉണ്ട് നമുക്കല്ലേ. കേരള ഫോറസ്റ്റ് ഡെവലപ്മെന്റ് കോർപ്പറേഷൻ കോട്ടയത്തും ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റ് വഴുതക്കാടുമാണ്. ഫോറസ്റ്റ് ഡെവലപ്മെന്റ് കോർപ്പറേഷൻ കോട്ടയത്തും ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റ് തിരുവനന്തപുരം വഴുതക്കാടുമാണ്. സെറ്റല്ലേ? അതൊന്ന് പഠിച്ചു വെച്ചിരിക്കുക. അടുത്ത നല്ലൊരു ക്വസ്റ്റ്യനിലേക്ക് വരാം. കേരളത്തിലെ ആദ്യത്തെ ദേശീയ പാർക്ക് ഇരവികുളമാണ്. ആദ്യത്തതും വലുതും ഇരവികുള 78 വരുന്നത് കേട്ടോ. കേരളത്തിലെ ആദ്യത്തെ ദേശീയ പാർക്കും കേരളത്തിലെ ഏറ്റവും വലിയ ദേശീയ പാർക്കും ഏതാണ്? ഇരവികുളം 78 വരുന്നത്. കേരളത്തിലെ ഏറ്റവും ചെറിയ ദേശീയ പാർക്ക് ഇടുക്കിയിലെ തന്നെ പാമ്പാടും ചോല 2003 വരുന്നുണ്ട്. അപ്പം വലുതും ആദ്യത്തതും ഇരവികുളം 78, ഏറ്റവും ചെറുത് പാമ്പാടും ചോല വന്ന വർഷം എന്നാണ്? 2003 വരുന്നത്. ഏറ്റവും വലിയ പക്ഷി സങ്കേത കേന്ദ്രം എറണാകുളത്തെ കോതമംഗലത്തുള്ള തട്ടേക്കാട് പക്ഷി സങ്കേത കേന്ദ്രം. ഏറ്റവും ചെറുതും എറണാകുളത്തെ മംഗളവനമാണ്. അപ്പോൾ പക്ഷി സങ്കേത കേന്ദ്രത്തിൽ വലുതും ചെറുതും എറണാകുളത്താണ്. വലുത് എവിടാണ്? വലുത് എറണാകുളത്തെ തട്ടേക്കാട്, ചെറുത് ഏതാണ്? എറണാകുളത്തെ മംഗളവനമാണ്. ചെറിയ പക്ഷി സങ്കേത കേന്ദ്രം ഏത് എന്ന് ചോദിച്ചിട്ടുണ്ട്. തെക്കേ ഇന്ത്യയിലെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടി ആനമുടി അല്ലേ? ആനമുടി ഇത് സ്ഥിതി ചെയ്യുന്നത് എവിടെയെന്ന് ചോദിച്ചിട്ടുണ്ട്? ദേവികുളം താലൂക്ക്, മൂന്നാർ പഞ്ചായത്ത് കേട്ടോ. ദേവികുളം താലൂക്ക്, മൂന്നാർ പഞ്ചായത്തിലാണ് ആനമുടിയുടെ 2695 മീറ്ററാണ് ഉയരം. അതൊക്കെ വേറെ എഴുതരാം. ഇതൊന്ന് പഠിച്ചു വെച്ചാൽ ഇതൊക്കെ LGS ഉറപ്പാണ്. ആനമുടിയുടെ വടക്കിനെ ആനമല, ആനമുടിയുടെ വടക്ക് കിഴക്ക് ഭാഗത്തെ പളനിമല, ആനമുടിയുടെ തെക്ക് ഭാഗത്തെ ഏലമല. ആനമുടിയുടെ വടക്ക് ഭാഗത്തെ ആനമല, ആനമുടിയുടെ വടക്ക് കിഴക്ക് ഭാഗത്തെ പളനിമല, ആനമുടിയുടെ തെക്ക് ഭാഗത്തെ ഏലമല. ഏലമല നല്ലൊരു ക്വസ്റ്റ്യൻ. കേരളത്തിൽ നിന്ന് ഉത്ഭവിച്ച് കർണാടകയിലേക്ക് ഒഴുകുന്ന ഏക നദി കബനി നദി. കണ്ടോ ഈ വരി ഒഴുകണേ? കേരളത്തിൽ നിന്നും ഉത്ഭവിച്ച് കർണാടകയിലേക്ക് വരുന്ന ഏക നദിയാണ് കബനി നദി. തിരിച്ചു ചോദിച്ചാലോ? കർണാടകയിൽ നിന്ന് ഉത്ഭവിച്ച് കേരളത്തിലേക്ക് വരുന്ന നദി വളപട്ടണം പുഴ. ഇവിടെ പഠിച്ചിട്ടുണ്ട് അല്ലേ? പഴശ്ശി അണക്കെട്ട് വളപട്ടണം പുഴയിലാണെന്ന് പഠിക്കാറില്ലേ? പഴശ്ശി അണക്കെട്ട് നമ്മൾ വളപട്ടണം. അപ്പോൾ കേരളത്തിൽ നിന്ന് ഉത്ഭവിച്ച് കർണാടകയിലേക്ക് ഒഴുകുന്ന ഏക നദി ഏതാണ്? കബനി നദി വയനാട്. കർണാടകയിൽ നിന്ന് ഉത്ഭവിച്ച് കേരളത്തിലേക്ക് ഒഴുകുന്നത് ഏതാ? വളപട്ടണം പുഴ കണ്ണൂര്. പഴശ്ശി അണക്കെട്ട് കണ്ണൂര് വളപട്ടണം പുഴയിലാണ്. കേരളത്തിൽ കിഴക്കോട്ടൊഴുകുന്ന 3 നദികളുടെ ഉത്ഭവവും പതനവും ജില്ലകൾ. എളുപ്പമുണ്ട്. 3 നദികൾ നമുക്കറിയാം: കബനി, ഭവാനി, പാമ്പാർ അല്ലേ? കബനി എവിടെ നിന്നാണ്? വയനാട്ടിലെ തൊണ്ടാർമൂടിയിൽ നിന്ന് ഉത്ഭവിച്ച് കർണാടകയിൽ ചെന്ന് കാവേരി നദിയിൽ പതിക്കും. വയനാട്ടിലെ തൊണ്ടാർമൂടിയിൽ നിന്ന് ഉത്ഭവിച്ച് കർണാടകയിൽ ചെന്ന് കാവേരി നദി പതിക്കും. ഭവാനിയോ ഇടുക്കിയിലെ നീലഗിരി മലയിൽ നിന്ന് ഉത്ഭവിച്ച് തമിഴ്നാട്ടിലെ കാവേരി നദിയിൽ പതിക്കും. അപ്പം നീലഗിരി തമിഴ്നാട്ടിലെ നീലഗിരി തന്നെയാണ്. അത് ഇടുക്കിയിലൂടെ വന്ന് തമിഴ്നാട്ടിലെ, ഇടുക്കിയിലല്ല പാലക്കാട്, പശ്ചിമഘട്ട മലനിരയാണ്. ഇടുക്കിയിലല്ല നീലഗിരി മല, തമിഴ്നാട്ടിലെ നീലഗിരി മലയിൽ നിന്ന് ഉത്ഭവിച്ച് പാലക്കാട് കൂടെ ഒഴുകി തമിഴ്നാട്ടിലെ കാവേരിയിൽ പതിക്കുന്നത് ഭവാനി. പാമ്പാറോ ഇടുക്കിയിലെ ബെന്മൂറിൽ നിന്ന് ഉത്ഭവിച്ച് തമിഴ്നാട്ടിലെ കാവേരി നദിയിൽ പതിക്കുന്നു. ഇടുക്കിയിലെ ബെന്മൂറിൽ നിന്ന് ഉത്ഭവിച്ച് തമിഴ്നാട്ടിലെ കാവേരി നദിയിൽ പതിക്കുന്നത് ഏതാണ്? പാമ്പാർ. പാമ്പാർ. അപ്പം കബനി വയനാട്, ഭവാനി പാലക്കാട്, പാമ്പാർ ഇടുക്കി. പാമ്പാർ ഇടുക്കി. ഉണ്ടോ? കബനി വയനാട്. ഇത് ചോദിക്കാൻ പറ്റിയ ഒരു ക്വസ്റ്റ്യൻ ആണ്. ഭവാനി പാലക്കാട്, പാമ്പാർ ഇടുക്കി. പാമ്പാർ നദിയുടെ മറ്റൊരു പേര് തലയാർ എന്നാണ്.
അപ്പം തലയാർ എന്ന് പണ്ട് കാലത്ത് വിളിച്ചിരുന്ന നദി ഏതാണ്? പാമ്പാർ. കബനി നദിയുടെ മറ്റൊരു പേര് കപില എന്നതായിരുന്നു. കബനി നദിയുടെ മറ്റൊരു പേരെന്താണ്? കപില എന്നതാണ് മറ്റൊരു പേര്. കേരളത്തിൽ മൊത്തം കായലുകൾ 34 അല്ലേ? ആണ്. 34 കായലുകളിൽ 27 എന്തുമായി ബന്ധപ്പെടുന്നു? കടലുമായി ബന്ധപ്പെടുന്നു. ഉൾനാടൻ ജലാശയവുമായി ബന്ധപ്പെടുന്നത് 7 ഉൾനാടൻ ജലാശയവുമായി ബന്ധപ്പെടുന്നത് 7. അപ്പം കേരളത്തിൽ മൊത്തം കായലുകളുടെ എണ്ണം എത്രയാണ്? 37. കടലുമായി ബന്ധപ്പെടുന്നത് എത്രയാണ്? കായലുകൾ 34, കടലുമായി ബന്ധപ്പെടുന്നത് 27 ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. കേരളത്തിൽ മൊത്തം നദികൾ 44 അല്ലേ? ആണ്. മൊത്തം നദികൾ 40. അത് 3 അല്ലേ കിഴക്കോട്ട് ഒഴുകുന്നുള്ളൂ? കിഴക്കോട്ട് ഏറ്റവും കൂടുതൽ നദികൾ ഒഴുകുന്നത് എവിടെ? കാസർഗോഡ്. കാസർഗോഡ് ജില്ലയിൽ 12 നദികൾ ഒഴുകുന്നുണ്ട്. കേരളത്തിൽ ഏറ്റവും കൂടുതൽ നദികൾ ഒഴുകുന്ന ജില്ല ഏതാണ്? കാസർഗോഡ്. 12 നദികൾ ഒഴുകുന്നുണ്ട്. ഒരു നദിയാകാൻ എത്ര കിലോമീറ്റർ വേണം? 15 കിലോമീറ്ററിൽ കൂടുതലുണ്ടെങ്കിലേ അതിനെ നദി എന്ന് വിളിക്കാൻ പറ്റൂ. അങ്ങനെ കേരളത്തിൽ 200 കിലോമീറ്റർ കൂടുതൽ നീളമുള്ള കേരളത്തിൽ എത്ര നദികളുണ്ടെന്ന് ചോദിച്ചാൽ 2 നദികളാണ്. 15 കിലോമീറ്റർ കൂടുതൽ വന്നാൽ നദിയായി. പക്ഷെ കേരളത്തിൽ 200 കിലോമീറ്റർ കൂടുതലുള്ള 2 നദികളുണ്ട്, പെരിയാറും ഭാരതപ്പുഴയും. പെരിയാറിന് 244 ഭാരതപ്പുഴയ്ക്ക് 209 ഉണ്ട്. അപ്പോൾ പെരിയാറിൻ്റെ നീളം 244 കിലോമീറ്റർ, ഭാരതപ്പുഴയുടെ നീളം എത്രയാണ്? 209 കിലോമീറ്റർ ആണ്. ഓക്കെ, ഓർത്ത് വെച്ചിരിക്കണേ. അതുപോലെ ഇങ്ങനെയും ചോദിച്ചിട്ടുണ്ട്, കേരളത്തിൽ 100 കിലോമീറ്ററിലധികം നീളമുള്ള എത്ര നദികൾ? അത് 11 നദികളുണ്ട്. 100 കിലോമീറ്റർ അധികമുള്ള എത്ര നദികളുണ്ട്? 11 കിലോമീറ്റർ ഉണ്ട്. കേരളത്തിൽ വലിയ നദികളില്ലടെ, മേജർ നദികൾ കേരളത്തിൽ ഇല്ല. അപ്പോൾ ഓക്കെ, മേജർ നദികൾ ഇല്ല. മൈനർ നദിയും മീഡിയം നദികളേ ഉള്ളൂ. കേരളത്തിൽ മൈനർ നദികൾ 40ഉം മീഡിയം നദികൾ 4 മീഡിയം നദികൾ ഉള്ളത്. കേരളത്തിലെ ഏറ്റവും വലിയ നദി നമുക്കറിയാം, പെരിയാർ 244 കിലോമീറ്റർ. ഏറ്റവും ചെറിയ നദി നമുക്കറിയാം, മഞ്ചേശ്വരം പുഴ 16 കിലോമീറ്റർ. ഇതൊന്നും അത്രയായിട്ട് പഠിപ്പിക്കാത്തത് നിങ്ങൾക്കിത് അറിയാം, എന്നാലും ഞാനൊരു കേരളം കൺഫ്യൂസിങ് ഫാക്ട്സുമായി ബന്ധപ്പെടുന്ന മൊത്തം അങ്ങ് തരാം എന്ന് വെച്ചതുകൊണ്ട്, അല്ലെങ്കിൽ നിങ്ങൾ പറയത്തില്ല ഇതൊന്നും തന്നില്ലല്ലോ. ഏറ്റവും വലിയ നദി പെരിയാർ 244, ചെറിയ നദി മഞ്ചേശ്വരം പുഴ 16 കിലോമീറ്റർ. കടലിൽ പതിക്കുന്ന കേരളത്തിലെ ഏറ്റവും വലിയ നദി രാമപുരം പുഴ 19 കിലോമീറ്റർ ആണ്. രാമപുരം പുഴ 19 കിലോമീറ്റർ. തെക്കൻ കേരളത്തിലെ ഏറ്റവും ചെറിയ നദിയും കേരളത്തിലെ ഏറ്റവും ചെറിയ രണ്ടാമത്തെ നിധി എന്നൊക്കെ പോയിച്ചാൽ അയിരൂർ പുഴ 17 കിലോമീറ്റർ. അപ്പോൾ ഒന്നും കൂടെ ഓക്കേടെ, കേരളത്തിലെ ഏറ്റവും ചെറിയ നദി മഞ്ചേശ്വരം പുഴ 16 കിലോമീറ്റർ. കടലിൽ പതിക്കുന്ന കേരളത്തിലെ ഏറ്റവും ചെറിയ നദി രാമപുരം പുഴ 19 കിലോമീറ്റർ. കേരളത്തിലെ ഏറ്റവും ചെറിയ രണ്ടാമത്തെ നദിയും തെക്കൻ കേരളത്തിലെ ഏറ്റവും ചെറിയ നദിയും അയിരൂർ പുഴ 17 കിലോമീറ്റർ. ഓർത്ത് വെച്ചിരിക്കുക. കേരളത്തിലെ ഏറ്റവും വലിയ 5 നദികൾ ഒഴുകുന്ന ജില്ലകളൊന്ന് പറയാം. 5 നദികൾ ഒഴുകുന്നത് പെരിയാർ 2 ജില്ലകളിലൂടെ ഒഴുകുന്നു. വെരി വെരി ഇമ്പോർട്ടൻറ്റ്. പെരിയാർ 2, ഇടുക്കിയിലും എറണാകുളവും. പെരിയാർ 2 ജില്ലകളിലൂടെ ഒഴുകുന്നു, ഇടുക്കിയും എറണാകുളവും. ഭാരതപ്പുഴ 3 ജില്ലകളിലൂടെ ഒഴുകുന്നു, പാലക്കാട്, തൃശ്ശൂർ, മലപ്പുറം. പാലക്കാട്, തൃശ്ശൂർ, മലപ്പുറം. പമ്പ 3 ജില്ലകളിലൂടെ ഒഴുകുന്നു, പത്തനംതിട്ട, ആലപ്പുഴ, ഇടുക്കി. പത്തനംതിട്ട, ആലപ്പുഴ, ഇടുക്കി. അപ്പോൾ പെരിയാർ ഇടുക്കിയും എറണാകുളവും, ഭാരതപ്പുഴ പാലക്കാട്, തൃശ്ശൂർ, മലപ്പുറം, പമ്പ പത്തനംതിട്ട, ആലപ്പുഴ, ഇടുക്കി. ചാലിയാർ വയനാട്, മലപ്പുറം, കോഴിക്കോട്. കേട്ടോ, ചാലിയാർ നദി ഒഴുകുന്നത് വയനാട്, മലപ്പുറം, കോഴിക്കോട്. ചാലക്കുടി പുഴ പാലക്കാട്, തൃശ്ശൂർ, മലപ്പുറം. ചാലക്കുടി പുഴ ഒഴുകുന്ന ജില്ലകൾ ഏതൊക്കെയാണ്? പാലക്കാട്, തൃശ്ശൂർ, മലപ്പുറം. അപ്പോൾ പെരിയാർ 2 ജില്ലകൾ, ഇടുക്കിയും എറണാകുളവും. ഭാരതപ്പുഴ 3 ജില്ലകൾ, പാലക്കാടും തൃശ്ശൂരും മലപ്പുറവും. പമ്പ 3 ജില്ലകൾ, പത്തനംതിട്ട, ആലപ്പുഴ, ഇടുക്കിയും. ചാലിയാർ 3 ജില്ലകൾ, വയനാട്, മലപ്പുറം, കോഴിക്കോട്. ചാലക്കുടി പുഴ പാലക്കാട്, തൃശ്ശൂർ, മലപ്പുറം. ഇത് രണ്ടും നല്ലോണം പഠിച്ചിട്ട് പോണേ. ഈ അടുത്ത കാലത്ത് ചാലക്കുടി പുഴ ഒഴുകുന്ന ജില്ലകൾ ചോദിച്ചു, പെരിയാറും ചോദിക്കും, ഭാരതം. ഇതെല്ലാം ഇമ്പോർട്ടൻ്റ്. ഈ 5 എണ്ണം നല്ലവണ്ണം പഠിച്ചിട്ടേ കയറിയാൽ മതി കേട്ടോ നിങ്ങൾ. അടുത്ത നോക്കിയേ, അടുത്ത നല്ലൊരു ക്വസ്റ്റ്യൻ. കിഴക്കോട്ട് ഒഴുകുന്ന കേരളത്തിലെ ഏറ്റവും വലിയ നദിയും ഏറ്റവും ചെറിയ നദിയും പഠിച്ചു വെച്ചേരെ. ഏറ്റവും വലുത് കബനിയ, 240 കിലോമീറ്റർ. കേരളത്തിൽ 56 കിലോമീറ്റർ ആണ് കബനി. കിഴക്കോട്ട് ഒഴുകുന്നതിൽ വലുതാരാടെ? കബനി, വയനാട് ജില്ലയിൽ. കിഴക്കോട്ട് ഒഴുകുന്നതിൽ ചെറുത് പാമ്പാറാണ്, ഇടുക്കിയിലെ പാമ്പാർ. 31 കിലോമീറ്ററാണ് മൊത്തം. കേരളത്തിൽ 25 കിലോമീറ്ററേ ഉള്ളൂ. ഓക്കെ, അപ്പം കേരളത്തിൽ കിഴക്കോട്ട് ഒഴുകുന്നതിൽ വലുത് കബനി, ചെറുതേതാണ്? പാമ്പാർ. പാമ്പാർ പഠിച്ചു വെച്ചിരിക്കണേ. അതും ഒരു കൺഫ്യൂസിങ് ഫാക്ട്സ് ആണ്. കേരളത്തിലെ നാളികേര ഗവേഷണ കേന്ദ്രം 2 രീതി ചോദിക്കൂടെ. കേന്ദ്ര നാളികേര ഗവേഷണ കേന്ദ്രവും സംസ്ഥാന നാളികേര ഗവേഷണ കേന്ദ്രവും. കേന്ദ്ര നാളികേര ഗവേഷണ കേന്ദ്രം ആലപ്പുഴയിലെ കായംകുളത്തും സംസ്ഥാന നാളികേര ഗവേഷണം തിരുവനന്തപുരത്തെ ബാലരാമപുരവുമാണ്.
കേന്ദ്ര നാളികേര ഗവേഷണ കേന്ദ്രം ആലപ്പുഴയിലെ കായംകുളവും സംസ്ഥാന നാളികേര ഗവേഷണ കേന്ദ്രം തിരുവനന്തപുരം ബാലരാമപുരവുമാണ്. അത് നല്ലൊരു പോയിന്റാണ്. ഇനി അതേപോലെ ഈ ഏലം ഗവേഷണ കേന്ദ്രത്തിൽ അങ്ങനെ ഒരു ചോദ്യമുണ്ട്. കേന്ദ്ര ഏലം ഗവേഷണ കേന്ദ്രം, സംസ്ഥാന ഏലം ഗവേഷണ കേന്ദ്രം. കേന്ദ്ര ഏലം ഗവേഷണ കേന്ദ്രം ഇടുക്കിയിലെ മയിലാടുംപാറ, സംസ്ഥാന ഏലം ഗവേഷണ കേന്ദ്രം ഇടുക്കിയിലെ പാമ്പാടും പാറ. പാമ്പാടും ചോലയല്ല, പാമ്പാടും പാറ. അപ്പോൾ കേന്ദ്ര ഏലം ഗവേഷണ കേന്ദ്രം ഇടുക്കിയിലെ മയിലാടും പാറ, സംസ്ഥാന ഏലം ഗവേഷണ കേന്ദ്രം ഇടുക്കിയിലെ പാമ്പാടും പാറ. അത് നല്ലൊരു ക്വസ്റ്റ്യൻ. കേരളത്തിൽ ആദ്യമായി കയർ ഫാക്ടറി വന്നത് ആലപ്പുഴയിൽ 1859 ഡാറാസ് മെയിലാണ് കയർ ഫാക്ടറി കൊണ്ടുവരുന്നത്. കേരളത്തിലെ ആദ്യത്തെ കയർ ഫാക്ടറി ഡാറാസ് മെയിൽ, ആലപ്പുഴയിൽ 1859. ഏറ്റവും കൂടുതൽ കയർ വ്യവസായമുള്ളത് ആലപ്പുഴ ജില്ലയിൽ തന്നെയാണ്. ഏറ്റവും കൂടുതൽ ഇന്ത്യയിൽ നിന്നും ഏറ്റവും കൂടുതൽ കയറും കയർ ഉൽപ്പന്നങ്ങളും ഇറക്കുമതി ചെയ്യുന്നത് അമേരിക്കയിലേക്കാണ് കേട്ടോ. കയർ ഉൽപ്പന്നങ്ങളും ഇറക്കുമതി ചെയ്യുന്നത് എവിടെയാണ്? അമേരിക്കയിൽ. കയർ ഉൽപ്പന്നങ്ങളുടെ വിപണനവും പ്രചരണവുമായി ബന്ധപ്പെട്ട് കേന്ദ്ര സർക്കാർ രൂപം നൽകിയതാണ് കയർ ബോർഡ്. ഇതിൻ്റെ ആസ്ഥാനം കൊച്ചിയിൽ കിടക്കുകയാണ്. കയർ ബോർഡിൻ്റെ ആസ്ഥാനം കൊച്ചിയിൽ കിടക്കുകയാണ്. ഇന്ത്യയും കയർ ഉൽപ്പന്നങ്ങളുടെയും വിപണനവും പ്രചരണവുമായി ബന്ധപ്പെട്ട് കേന്ദ്ര സർക്കാർ രൂപം നൽകിയത് കയർ ബോർഡ്. ആസ്ഥാനം ഇവിടെ കൊച്ചി. കയർ വ്യവസായ മേഖലയുമായി ബന്ധപ്പെട്ട് പ്രാഥമിക സഹകരണ സംഘങ്ങളുടെ അപ്പെക്സ് സൊസൈറ്റിയാണ് കയർ ഫെഡ്. കണ്ടോ, കയർ ഫെഡ്. അത് ആലപ്പുഴയിൽ ആസ്ഥാനം. കയർ ഫെഡിൻ്റെ ആസ്ഥാനം ആലപ്പുഴ, കയർ ബോർഡിൻ്റെ ആസ്ഥാനം കൊച്ചി. കേരളത്തിൻ്റെ കയർ ഗ്രാമം വയലാർ. കേരളത്തിൻ്റെ കയർ ഗ്രാമം ഏതാണ്? വയലാറാണ് കേരളത്തിൻ്റെ കയർ ഗ്രാമം. കേരളത്തിൻ്റെ ഇക്കോ കയർ ഗ്രാമം ഹരിപ്പാട്. ആലപ്പുഴയിൽ തന്നെ ഹരിപ്പാടാണ് കേരളത്തിൻ്റെ ഇക്കോ കയർ ഗ്രാമം. അന്താരാഷ്ട്ര കയർ മ്യൂസിയം കലവൂർ. അന്താരാഷ്ട്ര കയർ മ്യൂസിയം എവിടെയാണ്? കലവൂർ. പരമ്പരാഗത വ്യവസായങ്ങളിൽ ഏറ്റവും കൂടുതൽ ആളുകൾ തൊഴിൽ ചെയ്യുന്ന ഒരു വ്യവസായമാണ് കയർ വ്യവസായം. പരമ്പരാഗത വ്യവസായങ്ങളിൽ ഏറ്റവും കൂടുതൽ ആളുകൾ തൊഴിൽ ചെയ്യുന്ന വ്യവസായമാണ് കയർ വ്യവസായം. കേരള സ്റ്റേറ്റ് കയർ കോർപ്പറേഷൻ നിലവിൽ വന്നത് 1969. കേരള സ്റ്റേറ്റ് കയർ കോർപ്പറേഷൻ നിലവിൽ വന്ന വർഷം എന്നാണ്? 1969. ഓക്കെ, ഇത്രയേ ഉള്ളൂ. കൊച്ചു കാര്യം ഇനിയും കിടക്കുകയാണ്. ആദ്യം ഒരു കുറേശ്ശെ എഴുതി തരാമെന്ന് വെച്ച് കേരളം ഞാൻ നോക്കിയപ്പം പോർഷനിലും LGS ക്വസ്റ്റ്യൻ പേപ്പറൊക്കെ എടുത്തപ്പം 10-20ഓളം ചോദ്യങ്ങൾ കേരള പ്രക്ഷോഭം, കേരളത്തിൻ്റെ നവോത്ഥാന നായകർ, അതുപോലെ കേരള ജോഗ്രഫി, മത്സ്യബന്ധനം, ടൂറിസം, തുറമുഖങ്ങൾ, ബീച്ചുകൾ, ഇതെല്ലാമാണ് ഏറ്റവും കൂടുതൽ ചോദിച്ചു കാണുന്നത്. അതുകൊണ്ടാണ് ആ കേരളവുമായി ബന്ധപ്പെട്ട കുറേശ്ശെ അങ്ങ് എഴുതി തന്ന നിങ്ങൾക്കത് പരീക്ഷ എടുക്കുന്ന സമയത്ത് റിവിഷൻ പോർഷൻ ബേസ് വെച്ച് പഠിക്കണം. എൻ്റെ ഒരു റിവിഷൻ പോലെ നോട്ട്, കൺഫ്യൂസിങ് ഫാക്ട്സ് നോട്ട് പോലെ അങ്ങ് എഴുതി വെച്ചങ്ങ് പഠിക്കുക കേട്ടോ. ഇതുപോലെ കുറച്ച് റിവിഷൻ കൊണ്ടുവരാം. അപ്പം മാക്സിമം ഇന്ന് ഞാൻ പെട്ടെന്നാണ് പറഞ്ഞു തീർത്തത്, എന്നാലും ഞാൻ ഇനിയും സെറ്റായിട്ട് കുറേ നല്ല ചോദ്യങ്ങൾ നിങ്ങളുടെ മുമ്പിലേക്ക് കൊണ്ടുവരാം. അടുത്ത നല്ലൊരു ചോദ്യങ്ങളുമായിട്ട്, നല്ലൊരു റിവിഷൻ ക്ലാസ്സുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. നന്ദി, നമസ്കാരം.